2013 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 13 1.6 ഡീസലാണ്. എത്ര ഓടി? 57,000 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി വാഹനമായതുകൊണ്ട് വീഡിയോ ഇറങ്ങുമ്പോൾ പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം 4,60 നമുക്ക് ഏറ്റു കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് 2022 കയറും 5,000 കിലോമീറ്റർ ഓടി. നല്ല മൈലേജ്, 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 18 മിനിമം കിട്ടും. എങ്ങനെ ഔട്ട് വിട്ടാലും 18 കിട്ടും. 18 എങ്ങനെ ചവിട്ടി പൊളിച്ച് കഴിഞ്ഞാൽ 18 കയറും. 18 കയറും. നോർമലി 50-60 സ്പീഡ് പോകുകയാണെങ്കിൽ 20-22 എന്തായാലും കയറും. SV എന്നുള്ള വേരിയന്റ് ആണ്. 47,000 ഓട്ടം, 2020 വാഹനം, 3 വർഷം കൊണ്ടാണ് ആ ഒരു ഓട്ടം. വലിയ കുഴപ്പമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കൃത്യം 1 മാസത്തിന് ശേഷം നമ്മൾ ട്രൂ ചോയ്സിൽ അനീസ് ഖാൻ അടുത്ത് വന്നിരിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞു. നമ്മൾ ക്രിസ്മസിന്റെ ടൈമിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ലാസ്റ്റിലേക്ക് നടന്നില്ല. എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തോ? നല്ല മാറ്റമല്ലേ? ഷോറൂം നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഫുള്ള് പണി നടന്നുകൊടുക്കായിരുന്നു. പുറകിൽ മാറി, ഇപ്പോൾ വിശാലമായ ഷോറൂമാണ്. ഒരു 150 സ്റ്റോക്ക് ഉണ്ടോ? 160 മുതൽ പോകും. 160 വില ഉണ്ടല്ലേ? ഓക്കെ, അത്രയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അടിപൊളിയാക്കി മൊത്തത്തിൽ. ആ പണിയെടുക്കായിരുന്നു. നമ്മൾ ക്രിസ്മസ് ഒക്കെ വെള്ളത്തിലായി, ആകെ പൊടി മഴ കച്ചറായിരുന്നു. ആ ശരി. ന്യൂ ഇയറോ എല്ലാം കൂടായി. എല്ലാം കൂടെ. കാരണം വണ്ടികളൊന്നും ഇല്ലായിരുന്നു, ഇവിടെ ഒക്കെ മാറ്റിയിട്ടൊക്കെ ആയിരുന്നു. ശരി. നമ്മളെ വീഡിയോ ഒന്നും ചെയ്തില്ല. 10-15 ദിവസം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. കാരണം മൊത്തം പിന്നെ റെസ്റ്റും പൊടിയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വരുന്ന കസ്റ്റമർക്കൊക്കെ ആകെ പൊടിയടിച്ച് ആകെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ശരി. വണ്ടിയൊക്കെ ഇവിടെ തന്നെ വെച്ചാൽ വണ്ടി കുറച്ച് വണ്ടി പകുതി ഞങ്ങളുടെ വണ്ടികളെ മൊത്തം മാറ്റി. മൊത്തം ഡസ്റ്റ് ആയിരുന്നു. പഴയ ഓഫീസ് പൊളിച്ചു കാരണം പൊളിക്കുന്ന പൊടി മൊത്തം വരുമായിരുന്നു. ഓഫീസ് വലുതാക്കി, ഇവരെ യാർഡും വലുതാക്കി, യാർഡ് ഡബിൾ സ്പേസ് ആക്കി. അതെ, തീർച്ചയായും. അപ്പോൾ അതിന്റെ ഇനാഗുറേഷൻ ഉണ്ട്. അടുത്ത ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇനാഗുറേഷൻ. ചെറിയൊരു പ്രോഗ്രാം ഇനാഗുറേഷൻ വെക്കുന്നുണ്ട്. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഒഫീഷ്യലി നമ്മളത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അടിപൊളി. എല്ലാവരെയും ആദ്യം സ്വാഗതം ചെയ്യണം. ആ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി 1-ാം തീയതി നമുക്ക് കിടിലം ഓഫർ കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യും. അന്ന് കാണാല്ലേ, അന്ന് നമുക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മക്കരപ്പുറപ്പാട്, കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ നിന്ന് നമ്മൾ വെള്ളാട്ടുപറമ്പ്, മക്കരപ്പുറമ്പ് 2 കിലോമീറ്റർ ഉള്ളിൽ വെള്ളാട്ടുപറമ്പ് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ അതേ ഉള്ളൂ. 100-160 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സെഗ്മെൻറ്റ് വണ്ടി ഉണ്ട് കേട്ടോ. ഏത് നോക്കണമെങ്കിലും ഉണ്ട്. കോമ്പാക്ട് SUV, 7 സീറ്റർ, ഹാഷ് ബാഗ്, സഡാൻ എല്ലാം കിട്ടുന്ന ഷോറൂമാണ്. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? നമുക്ക് മാക്സിമം ഓഫറിൽ എല്ലാ വണ്ടികളും കാണിക്കാം. പ്രൈസിനാണ് ഇവിടുത്തെ മെയിൻ. പ്രൈസ് കുറച്ചിട്ട് കച്ചവടം കൂട്ടാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഒരു ടാറ്റ വാഹനം വന്നിരിക്കുകയാണ്. KL 41 ആലുവ രജിസ്ട്രേഷനുള്ള ടാറ്റ ടിയാഗോന്റെ സെഡാ കാറ്റഗറിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ആലുവ കണ്ട ആൾക്കാർക്ക് പേടിയാണ്. ഫ്ലഡ് 2018 ഫ്ലഡ്. ഇത് 19 ഫ്ലഡിന് ശേഷം ഇറങ്ങിയ വാഹനമാണ്. അല്ല, 19 ഫ്ലഡ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഈ ഭാഗത്താണ്. ആലുവയിലില്ല, നമ്മുടെ ഇങ്ങോട്ടാണ്. 71. ഓക്കെ. ഇത് 2019 മോഡല് ടിഗോർ XZ+ ഏറ്റവും ഫുൾ ഓപ്ഷന്. ഓക്കെ. മാനുവൽ ആണ്. CNG ആഡ് ചെയ്ത വാഹനമാണ്. ആഡ് ചെയ്തിട്ടുണ്ട്. 2021 CNG ആഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, 55,000 കിലോമീറ്റർ. XZ+ എന്ന് പറഞ്ഞാൽ എല്ലാ ഫുൾ ഓപ്ഷൻ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഒന്നും ചെയ്യാനില്ല, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട്. അഡീഷണലി ഡാഷ് ക്യാമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഡാഷ് ക്യാം വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് അലോയ്സ്, പിന്നെ പ്രൊജക്ട് ലാമ്പ്, പിന്നെ എന്തൊക്കെയാ പറഞ്ഞോ, സേഫ്റ്റി. ഫീച്ചേഴ്സിന് അപ്പുറത്തേക്കുള്ള സേഫ്റ്റി തന്നെയാണ്. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. എന്ത് പറയാൻ എടുത്തു പറയാൻ ഹർമന്റെ മ്യൂസിക് സിസ്റ്റം വരും. അതേപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഇത് സീറ്റ് കവർ മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ. ഇരിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. ഓക്കെ. ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. ഫ്രണ്ട് ഒരു 4 ഏകദേശം 80% നാലുണ്ട്. ഓക്കെ. പെട്രോൾ ആണെങ്കിൽ ഒരു 17 റേഞ്ചിൽ മൈലേജ് കിട്ടും. പക്ഷേ CNG ആഡ് ചെയ്തുകൊണ്ട് എത്ര മൈലേജ് കിട്ടും? 35 കേൾക്കാറുണ്ട്. അത്രയൊന്നും കിട്ടുമോ? 25 കേൾക്കാറുണ്ട്. 25 കിട്ടോ? 25 കിട്ടും. സോറി, ഞാൻ പറഞ്ഞ. ഓക്കെ. അപ്പോൾ നോർമൽ പെട്രോളിലാണെങ്കിൽ ഒരു 17 വരെയൊക്കെ മാക്സിമം പോകും. ഹൈവേലൊക്കെ പോകുകയാണെങ്കിൽ. ടിയാഗോന്റെ സെഡാൻ കാറ്റഗറി അതേ ഉള്ളൂ. ടിയാഗോ ഓടിക്കുന്ന അതേ ഫീൽ. അതുകൊണ്ട് വേറെ മിസ്സിങ്ങോ കാര്യങ്ങളോ വേറെ ബുദ്ധിമുട്ടൊന്നും CNG ആഡ് ചെയ്തുകൊണ്ട് സാധാരണ വരാറില്ല. കൺവേർട്ട് ചെയ്യാം, രണ്ടും ചെയ്യാമല്ലോ. അതിനകത്ത് ബട്ടൺ ഉണ്ട്. മോഡ് ആക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ CNG അല്ലെങ്കിൽ പെട്രോളിലേക്ക് മോഡിലേക്ക് മാറ്റാം. പലർക്കും സംശയമുണ്ട് ഇത് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ ഓടിക്കഴിഞ്ഞാൽ. കാരണം ഇതുവരെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും മാറി CNG ആഡ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ. മുമ്പത്തെ LPG ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിസ്സിങ്ങും കാര്യങ്ങളും. CNG അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കംപ്ലൈന്റും കാര്യങ്ങളും അതും കൊറോണ സർട്ടിഫൈഡ് ആണ്. സാധാരണ നമ്മൾ നോർമൽ അതിന്റെ സിലിണ്ടർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം
വന്നിട്ടുള്ള സി എൻ ജി ഓക്കെ ഓക്കെ ഓക്കെ. കൊണ്ടേഷൻ കോസ്റ്റ് ഒരു 90-ന്റെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് സി എൻ ജി ചെയ്യാൻ. കറക്റ്റ് അറിയില്ല. അതായത് എന്തായാലും ഒരു മീഡിയം കിറ്റിന് 60 കേൾക്കാറുണ്ട് നോർമലി. ഇത് 90 അടുത്തുണ്ട് വന്നിട്ടുണ്ടല്ലോ ചെയ്ത റേഞ്ചാണ് പാർട്ടി പറഞ്ഞതിന്റെ ഓർമ്മ. ഓക്കെ ഓക്കെ. അപ്പോൾ 2019 55,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, എക്സെറ്റ് പ്ലസ്, മാനുവൽ, ടിഗോർ. എത്ര കൊടുക്കാം? നെറ്റ് നമുക്ക് 480 കൊടുക്കാം. 4,80,000 രൂപയ്ക്ക് 2019 എക്സെറ്റ് പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 55,000 നോർമൽ ഓട്ടേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഒരു 4 lakh കിട്ടുമല്ലായിരിക്കും അല്ലേ? 380 ഒക്കെ കിട്ടുമോ ലോണ്? 430 440 രൂപ. 440 രൂപ കൊടുക്കാം. അത് ശരി. 40 ടിയാഗോ കൊടുക്കുന്നുണ്ട് നമ്മൾ 430 420 റേഞ്ചിൽ. ടിഗോർ സഡൻ അതിനേക്കാളും 1,00,000 കൂടുതലുണ്ടല്ലേ? അതെ തീർച്ചയായും. അപ്പോൾ 440 റേഞ്ചിൽ നമുക്ക് എന്തായാലും ചെയ്യാം. മാക്സിമം ഏറ്റവും സൂട്ടബിൾ ടാക്സി പർപ്പസിനാണ് ഏറ്റവും കൂടുതൽ. സി എൻ ജി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ടാക്സിക്കാർ ഓടി വരും. തീർച്ചയായും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ. കഴിഞ്ഞ ഒരു 1-2 സി എൻ ജി ഉണ്ട് ടിയാഗോലൊക്കെ. അത് കിട്ടാത്ത 1-2 നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം. 480 ആണ് നെറ്റ് പ്രൈസ്. 95 ഇവിടുത്തെ പ്രൈസ്. 480 നെറ്റ് പ്രൈസ്. 2019 55,000 എക്സെറ്റ് പ്ലസ്. ഓക്കെ. ടാറ്റ നെക്സോണിന്റെ സെക്കൻഡ് ജനറേഷൻ KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. തിരൂരങ്ങാടി 2020 മോഡൽ എക്സം ആണ്. ബേസിന്റെ മോഡൽ ഓപ്ഷന്. പക്ഷേ അതിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബേസിക് എല്ലാം വരുന്നുണ്ട്. പ്രൊജക്ട് എല്ലാം അടക്കം വരുന്നുണ്ട്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. കറക്റ്റ് സർവീസ് ഉണ്ട്. ഒരു ഹെഡ്ലൈറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ ഏതോ ഒരു ഹെഡ്ലൈറ്റ്. ഏകദേശം രണ്ടും കളർ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല. വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. പെട്രോൾ ആണ്. ഹെഡ്ലൈറ്റ് മാത്രം സ്ക്രാച്ച് വന്നിട്ട് പിന്നെ ക്ലെയിം ചെയ്താണ്. ഹെഡ്ലൈറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിയിലാണ്. മാനുവലാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ. പെട്രോൾ എഞ്ചിൻ എക്സം ആണ്. സൺറൂഫ് വരുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ. XMS എന്ന് പറഞ്ഞിട്ട്. ഇതിൽ സൺറൂഫ് ഇല്ല. പക്ഷേ ബാക്കി നമുക്ക് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ഓക്കെ. 47,000 ഓട്ടം, 2020 വാഹനം. 3 വർഷം കൊണ്ടാണ് ഓരോട്ടം. വലിയ കുഴപ്പമില്ല. ആവറേജ് ഓട്ടം. ഒരു മാക്സിമം ഒരു 15 വരെയൊക്കെ മൈലേജ് കിട്ടും. 15 റേഞ്ചിൽ നമുക്ക് മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അത്യാവശ്യം കുറ്റിയുറപ്പുള്ള നല്ലൊരു യാത്രാ കംഫർട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള 5 സ്റ്റാറുള്ള വാഹനം. ഓക്കെ. എത്ര കൊടുക്കാം? നെറ്റ് നമുക്ക് 668 കൊടുക്കാം. 6,68,000 രൂപയ്ക്ക് 2020 നെക്സോൺ ആണ്. 20 നെക്സോൺ എക്സം. ഓക്കെ. അതിൽ 6 ലക്ഷം വരെ ലോൺ ചെയ്യാം. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 13,500 വെച്ചിട്ട് EMI വരും അല്ലേ? നമ്മളെ നേരത്തെ ടിഗോർ കണ്ടതിൽ എത്ര EMI വരും? ടിഗോർ ഉണ്ടതിൽ നമുക്ക് 2018 ആയിരുന്നു. 19 ആയിരുന്നു. 5 വർഷം ചെയ്യാൻ പറ്റും. ഒരു 4,40 ലോൺ ചെയ്യാം. 4,40 ലോൺ ഇട്ട് കഴിഞ്ഞാൽ 10,200 വെച്ചിട്ട് 5 വർഷം EMI ഉണ്ടാവും. പറയാൻ വിട്ടു പോയതായിരുന്നു. അതെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്കോ. ബലേനോ ആണ്. KL 22 രജിസ്ട്രേഷൻ ബലേനോ. അതെ. എങ്ങനെയാ? ഓട്ടോമാറ്റിക് ബലേനോ. ഓട്ടോമാറ്റിക് അല്ല. 2016 മോഡൽ സീറ്റ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. 16 സീറ്റ ഓട്ടോമാറ്റിക്. ഏതാ CVT വരും ഇതിൽ? CVT. ഓക്കെ. സീറ്റ എന്ന് പറയുന്നത് ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സീറ്റ അതിന്റെ താഴെ ഏതാ? സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ അങ്ങനെയാണ്. അലോയ്സും കാര്യങ്ങളെല്ലാം വരും. നല്ല അടിപൊളി പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. ഡുവൽ എയർ ബാഗ്, ABS, ഓട്ടോ ക്ലൈമറ്റ് AC, ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ചെറിയ മാറ്റമുള്ളൂ. ഹെഡ്ലൈറ്റിന്റെ പ്രൊജക്ടർ ലാമ്പ് വരും. പിന്നെ സ്ക്രീനിന്റെ പിന്നെ ഒരു ടച്ച് സ്ക്രീൻ വരും. നാവിഗേഷൻ ഡിസ്പ്ലേ വരും. അങ്ങനെ ചെറിയ ഫീച്ചേഴ്സുള്ള വ്യത്യാസം. ബാക്കിയെല്ലാം സീറ്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വലിയ ഓട്ടോ ഇല്ല. 2016 വെറും 47,000 സർവീസ് പോയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനമാണ്. ഓക്കെ. CVT ആയതുകൊണ്ട് തന്നെ ഒരു 14 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവില്ല. 14-15 പിന്നെ നമ്മൾ ഓടിക്കുന്ന ഡിപ്പെൻഡൻസ് അങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷേ വേറെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ. ഒരു ക്ലെയിം എന്തെങ്കിലും ബമ്പറൊക്കെ ഉണ്ടാവുന്നില്ല. മേജർ ക്ലെയിം കാര്യങ്ങളൊന്നും. ഓക്കെ. പ്രോപ്പർ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇത് എത്രയായിട്ട് പറഞ്ഞത്? പ്രൈസ് പറയില്ലല്ലോ. പ്രൈസ് പറഞ്ഞില്ല. ഇത് നമുക്ക് 6,20 നെറ്റ് കൊടുക്കാം. 6,20,000 2016 സീറ്റ 47,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. അത്രേ ഉള്ളൂ. അതിനകത്ത് 5.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 5 വർഷം 2016 ആയതുകൊണ്ട് 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 13,200 13,300 വെച്ചിട്ട് EMI ഉണ്ടാവും. സെഡാൻ വാഹനം ഹ്യുണ്ടായി വെർണയാണ്. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. 1.6 ഇഞ്ചില് ഡീസൽ എഞ്ചിനില് ലോ കിലോമീറ്റർ ഒരു വാഹനം. മോഡൽ പറ. എന്നിട്ട് ലോ കിലോമീറ്റർ. 2013 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 13 1.6 ഡീസലാണ്. എത്ര ഓടി? 57,000 കിലോമീറ്റർ. എന്താ പറയുക, പാതി എന്നൊക്കെ പറയാം. അത്രേ ഓടിയിട്ടുള്ളൂ. വെറും 57,000 മാത്രം ഓടിയ ഒരു അടിപൊളി ഡീസൽ വാഹനം. നല്ല പവർ ഉണ്ടാവും. 1.6 ആണ്. അതിനനുസരിച്ച് മൈലേജും ഉണ്ട്. SX ഓപ്ഷനിലുമാണ്.
ഏറ്റവും ടോപ്പ് ആണ്. ഏറ്റവും ടോപ്പ് എൻ്റെ 6 എയർ ബാഗ് വരുന്നത്. 6 എയർ ബാഗ് ഒന്നും വരുന്നുണ്ടോ? ഉണ്ടാവും തോന്നുന്നല്ലോ. 13 ഉണ്ട്. പിന്നെ ഇല്ലാണ്ടോ? ഉണ്ട് 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ് വരുന്ന ഒരു കിഡിലെ സെഡാനായിട്ടാണ്. നല്ല മൈലേജ് ഉണ്ടാവും. പലരും ഇപ്പോൾ തപ്പി നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ. വീഡിയോ ചിലപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ സാധനം പോയില്ലെന്ന് അറിയില്ല. അത് പറയാൻ പറ്റില്ല. ആവശ്യക്കാരുള്ള സാധനം പറയാൻ പറ്റില്ല. അതേ പറഞ്ഞത്. ഓക്കെ, ഒരു ക്ലെയിമോ അങ്ങനത്തെ വർക്കൊന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. മീറ്റർ ക്ലസ്റ്റർ മാറിയിട്ടുണ്ട്. 31,000 ഇപ്പം നിലവിൽ മീറ്ററിലുള്ളത് 27,000 കിലോമീറ്റർ ആണ്. 31,000 കിലോമീറ്ററിൽ മീറ്ററിൽ ബ്ലിങ്കിങ്ങിന്റെ പ്രശ്നം വന്നിട്ട് ഷോറൂമിൽ നിന്ന് മീറ്റർ മാറി 31,000 കിലോമീറ്ററിൽ. അപ്പോൾ അന്ന് മാറിയപ്പോൾ 31, ഇന്ന് 27 കൂട്ടി 58 കിലോമീറ്റർ ഇപ്പം നിലവിൽ വാഹനം റണ്ണായത്. 58,000 ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഫുൾ ഷോറൂം വർക്ക് മാത്രം. പുറത്തുനിന്ന് ലോക്കൽ ഷോപ്പ് കയറിയിട്ടില്ല. വേണേ നമ്മളെ 4 സ്റ്റിക്കറുണ്ട് ഹ്യുണ്ടായിൻ്റെ. 4 സ്റ്റിക്കേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ഓരോന്ന് പറഞ്ഞെടുത്ത് കറക്റ്റ് ആൾക്കാർ ചെക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങി. തുടങ്ങി കറക്റ്റ് ഓരോ സ്റ്റിക്കേഴ്സ് ഉണ്ടോ വേണം. കാരണം ഒരാളും പുറത്ത് പോയി പെടരുത്. കാരണം അറിയാത്ത ഓരോ ഷോറൂമിൽ പോയിട്ട് പറ്റിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ട് എല്ലാവരും വണ്ടി മാത്രമല്ല കാണിക്കുന്നത്, നമ്മൾ ഇൻഫർമേഷൻ. അതെ അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട് ഓരോരുത്തർ വന്നിട്ട് ഒരാൾ ഞങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഞാൻ പഠിച്ചു. ഓരോ കാര്യങ്ങൾ പഠിച്ചു. കാരണം നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു കിടിലൻ വാഹനം 58,000 ഓടിയ 2013 SX ഓപ്ഷനിൽ 1.6 ഡീസൽ മാനുവൽ വെർണ. എത്ര കൊടുക്കാം? 4,15 നമുക്ക് വെച്ച് കൊടുക്കാം. 4,15,000 രൂപയ്ക്ക്. ഒന്നും നോക്കാനില്ല, കണ്ടും മുട്ടി എടുത്തു നോക്കാനില്ല. 12 നമ്മൾ ഇതേ ഒരു കിലോമീറ്റർ ഓടി വണ്ടി 4,50 4,60 കണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. അത് ഇതേപോലെ അടിയായിരുന്നു ഇവിടെ. ഇത് നമുക്ക് 4,15 വെച്ച് കൊടുക്കാം. പക്ഷേ ഹൈ ക്വാളിറ്റി വാഹനമായതുകൊണ്ട് വീഡിയോ ഇറങ്ങുമ്പോൾ പോയി കഴിഞ്ഞാൽ ഉത്തരവ് പറയും. സീറ്റ് കവറിൽ ചെറിയൊരു ഫെയ്ഡിങ് വന്നിട്ടുണ്ട്. കമ്പനി കവറാണ്. അത് മാത്രം ഞങ്ങൾക്ക് എൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടൊരു വാഹനത്തിന് കണ്ടുള്ളൂ. ഒരു സീറ്റ് കവറിൽ ചെറിയൊരു ഫെയ്ഡിങ് മാത്രം. ഇത് കമ്പനി കവർ ആണ്. അതിനകത്ത് എയർ ബാഗ് ഇരുന്ന ടൈപ്പ് കേട്ടോ. സീറ്റ് കവറിനകത്ത് എയർ ബാഗ്, സീറ്റിനകത്ത് എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ് ആയതുകൊണ്ട് 6 എയർ ബാഗ് ഉണ്ട്. അതാ പറഞ്ഞത്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ അഡീഷണൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നും നോക്കാല്ലേ, ഇതിന്റെ ഒരു ഷേപ്പ് തന്നെ ഒരു ലുക്കാണ്. അതെ. പിന്നെ പെയിന്റിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പക്ക. 57 ഓടിയുടെ ജെനുവിറ്റി കാണിക്കുന്ന ഹെഡ്ലൈറ്റിന്റെ കളറായാലും ജെനുവിറ്റി ഉണ്ട്. ഹെഡ്ലൈറ്റ് കളർ വെച്ചാൽ ഓട്ടത്തിനല്ല, പഴക്കത്തിനാണ്. വർഷത്തിന്റെ പഴക്കത്തിന്. 13 വാഹനത്തിന്റെ പഴക്കമല്ല, ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ലോൺ വരും. ലോൺ വരും. പിന്നെന്താ, 3-3.25 ലോൺ കൊടുക്കാം. EMI 2013 3 വർഷത്തേക്കായിട്ട് കൊടുക്കാൻ പറ്റുക. ഏകദേശം 10 രൂപ റേഞ്ചിലെങ്കിലും EMI. 10,000 മാസം അടക്കാൻ പറ്റിയാൽ നമ്മളെ എല്ലാ ചെലവും കഴിഞ്ഞിട്ടാണ്. വെറുതെ 10,000 അടക്കരുത്. 10,000 രൂപ അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 20,000 രൂപയെങ്കിലും വരുമാനം വേണം. മിനിമം എങ്കിലും 10,000 രൂപ EMI അടക്കാൻ പറ്റും. അടക്കാൻ പറ്റത്തുള്ളൂ. അത് അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വാഹനം. 12,000 രൂപ വരുമാനം വെച്ചിട്ട് ഒരിക്കലും 10,000 രൂപേൻ്റെ EMI അടച്ചിട്ട് 2 മാസം കഴിഞ്ഞാൽ അനീസ്ക അത് ശരിയാവില്ല എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം അങ്ങനെ ഒത്തിരി കേസുകളാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതൊരു ആഗ്രഹമാണ്. അതൊക്കെ ഒരു ആഗ്രഹമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിട്ട് പോകും. അടുത്തൊരു ഹോണ്ട ജാസ് ആണ്. ജാസിന്റെ 2nd ജനറേഷൻ വാഹനം. KL7 ആണ് കേട്ടോ വണ്ടി, എറണാകുളം. അതെ, 2016 മോഡൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് 16, സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ. ഓക്കെ, 16 80,000 വലിയ ഓട്ടമല്ല. 7 വർഷം നോർമൽ റണ്ണിങ് ആണ്. പെട്രോൾ ആണ്. CVT ആണ്. ഗിയർ ബോക്സ്, പാഡ് ഷിഫ്റ്റ് ഉണ്ടാവും. പെഡൽ ഷിഫ്റ്റിംഗ് വരും. വി ആയതുകൊണ്ട് പെഡൽ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മളെ സ്റ്റിയറിംഗിന്റെ അടിയിലായിട്ട് 2 പെഡൽ ഉണ്ടാവും. അത് നമ്മൾ പ്ലസ് മൈനസ് ആണ്. നമുക്ക് മാനുവൽ ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ. എന്നാൽ വണ്ടി ഓഫ് ആകത്തോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പവർ കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. കളിക്കുന്ന പോലെ. അതെ കളിക്കാൻ പറ്റും. അതാണ് പാഡൽ ഷിഫ്റ്റ്. ഓക്കെ, വണ്ടി നീറ്റാണല്ലേ? നല്ല നീറ്റാണ്. കിടിലം അലോയ്സ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ കയറ്റിയാണ്. അലോയ്സും ടയറും മാറ്റി ചെയ്തിട്ടുണ്ട്. ആകെ ഒരു മൈനസ് എന്ന് പറയാ സീറ്റ് കവറാണ്. ഒറിജിനൽ സീറ്റ് കവറാണ്, കമ്പനി കവറാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചെയ്യാം. ഒരു കമ്പനി കവർ ഇടാം. ഓക്കെ, അത് മാത്രമേ കുറവുള്ളൂ. ബാക്കി വീലിരുന്ന എല്ലാ ഫീച്ചേഴ്സും ഓട്ടോ ക്ലൈമറ്റ് AC ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്രയാ നെറ്റ്? നമുക്കിത് 6.80 5.80 കൊടുക്കാം. 5,80,000 രൂപയ്ക്ക് 2016 CVT ഓട്ടോമാറ്റിക് 80,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പറഞ്ഞോളൂ. 5 ലക്ഷം കൊടുക്കാം. 5 ലക്ഷം കയറും. 12,500 വെച്ചിട്ട് EMI 5 വർഷത്തേക്ക്. 12,500 അല്ലേ? ഓക്കെ, CVT ഓട്ടോമാറ്റിക് ജാസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. മൈലേജ് എങ്ങനെയായാലും ഒരു 14-15 വരെയൊക്കെ മാക്സിമം നോക്കിയാൽ മതി. കിട്ടുമോ? മാക്സിമം അത്രയും നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ കിട്ടും. 12-13 കൂട്ടുമോ? നോർമൽ അത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ടാറ്റ വണ്ടി. ന്യൂ ഷേപ്പ് ടിയാഗോ ആണ്. KL11 രജിസ്ട്രേഷൻ. എൻ്റെ നാട്ടിലെ രജിസ്ട്രേഷൻ കോഴിക്കോട് രജിസ്ട്രേഷൻ, നമ്മുടെ ജില്ല. അതെ, 2022 മോഡൽ XE വേരിയൻ്റ് ആണ്. ഓക്കെ, ബേസ് വെറും 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഏകദേശം. 22 10 മാസമാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് 1 വർഷം 2 മാസം 2-3 മാസമായിട്ടുണ്ട്. ഓക്കെ, 5,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. അതെ, 5,000 പിന്നെ ഡ്രൈവറിന്ന് ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നിട്ട് റോഡിൽ നിന്ന് സൈഡിൽ പാർക്ക് ചെയ്തിട്ടൊന്ന് ഇറങ്ങിയതാണ്.
പുറത്തേക്ക് ഇറങ്ങിയതാണ്. നേരെ ഒരു അരിച്ചാൽ പോയിട്ട് ചെരിഞ്ഞ് ഡോർ റീപ്ലേസ് ചെയ്ത് ഷോറൂമില്ല. അടിപൊളി. 5000 എന്ത് കിട്ടാനാണ് സംശയം. നമ്മൾ 5000 ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അല്ല എന്നോട് അല്ല ക്ലെയിം ഉണ്ട് പണി എന്നിട്ട് ഫോട്ടോ കാണിച്ചത് ഇതാണ് എനിക്ക് പറ്റിയത്. നമ്മൾ കറക്റ്റ് ആ ഓവിച്ചാലിൽ പോയിട്ട് വണ്ടി ഒന്നും ചെരിഞ്ഞ് അത് ഓവിച്ചാലിൻ്റെ സൈഡ് ഡോറിൽ വരുതി. റണ്ണിംഗ് ബോർഡ് കിട്ടിയിട്ടില്ലല്ലോ? അല്ല റണ്ണിംഗ് ബോർഡൊന്നുമില്ല, ഡോറും കിട്ടിയില്ല. ഡോർ മാത്രമല്ല. അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസമുണ്ട്. ഏകദേശം 665 ഇപ്പം ഇന്ന് കൊണ്ടുപോയി പ്രൈസ് വയ്ക്കുമ്പോൾ പ്രൈസ് വരുന്നത് എക്സി എന്നുള്ള വേരിയന്റിന് 460 നമുക്ക് നെറ്റ് കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് 2022 ആയിരം 5000 കിലോമീറ്റർ ഓടി. 5000 കിലോമീറ്റർ ആകും. വേറെ ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഒറിജിനൽ വാഹനം ഇറങ്ങുന്ന സമയത്ത് ഇരുന്ന അണ്ടർ വാറണ്ടി ആയിരിക്കും അല്ലേ? അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി. അണ്ടർ വാറണ്ടി ആയിരിക്കും. ഇപ്പൊ കമ്പനി 25 വരെ 3 വർഷം വരെ 25 വരെ വാറണ്ടി ഉണ്ടാവും. കമ്പനി വാറണ്ടി ഉണ്ട്. ഒന്നും നോക്കാനില്ല. നിങ്ങൾ പുതിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ 4,60,000 രൂപയ്ക്ക് 2022 ടിയാഗോ എടുക്കാം. അതും 0 ഡൗൺ പേയ്മെന്റ് ഫുൾ ഓണോടുകൂടി സ്വന്തമാക്കാം. ഫുൾ ലോൺ. എത്ര EMI വരും? 460 ഇട്ട് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഒരു 10,500 റേഞ്ചിൽ EMI. ഓക്കെ. 5 വർഷത്തേക്ക്. മൈലേജ് ഒരു 15-17 റേഞ്ച് ഉണ്ടാവും. 15 to 17. പുതിയ വണ്ടി ആയതാണ് 5000 കിലോമീറ്റർ ആയതാണ് ചിലപ്പോൾ 13-14 ഒക്കെ പ്രതീക്ഷ മതി. ഓട്ടം ഒന്ന് ഓടി സെറ്റ് 10,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 17ലേക്ക് എത്തിക്കും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷനുള്ള ബലേനോണ്. കണ്ടിട്ട് ടോപ്പ് എൻഡ് ആണെന്ന് തിരിഞ്ഞു മറിയും കളിക്കണു. അല്ല ഞാൻ നോക്കിയതാ. ഞാൻ അലോയ്സ് കാണുന്നുണ്ട്, പ്രൊജക്ട് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലേ? ആണ്. പറഞ്ഞോളൂ. അൽഫ 2016 ഡീസൽ കാണും. ഡീസലാണല്ലേ? ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഡീസൽ എടുത്ത് പറയുന്നത് മൈലേജ് തന്നെയാണ്. മൈലേജ് ആണ് തീർച്ചയായും. 1.2 ലിറ്റർ DDIS എഞ്ചിൻ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. വെയിറ്റ് ഇല്ലല്ലോ, വെയിറ്റ് കുറവാണല്ലോ. അതെ, വെയിറ്റ് കുറവാണ്. കിട്ടും, അതിൻ്റെ മോളും കിട്ടും ചിലപ്പോൾ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അൽഫയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അതാ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചത്. ഫിറ്റിംഗ്, അതെ, അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡുവൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സീറ്റ് അവർ അഡീഷണൽ ചെയ്തിട്ട് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറും എല്ലാം വരുന്നുണ്ട്. ഒന്നും നോക്കാം. മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, A to Z. ഓക്കെ, ഒന്നും ചെയ്യാനല്ലോ. കൊണ്ടതിന് ശേഷം വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ഒരു 5000 കിലോമീറ്ററിന് ശേഷം ഒരു ഓയിൽ സർവീസ് ചെയ്യാം എന്ന് മാത്രമാണ് ഒരു വർക്കായിട്ടുള്ളത്. ടയേഴ്സൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു 60-70% 4 ടയേഴ്സും ഉണ്ട്. ആവറേജ് ടയേഴ്സ് ഉണ്ട്. നമ്മൾ 1 lakh പറഞ്ഞു. അതിന്റെ മേജർ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കാപ്പറ്റി ടൈമിംഗ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു 75-80,000 കിലോമീറ്റർ ഓടുന്നവരേക്കും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അല്ല, നോർമൽ സർവീസ് ചെയ്ത് കറക്റ്റ് പോയാൽ 1 ലക്ഷം കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരാനില്ല. ഓക്കെ, പറഞ്ഞോളൂ. എത്ര കൊടുക്കാം? നെറ്റ് നമുക്ക് 5,70,000 രൂപ കൊടുക്കാം. 2016 അൽഫ ഏറ്റവും ടോപ്പിന്റെ ഡീസൽ ബലേനോ ആണ്. 5,70,000 രൂപയ്ക്ക് കിട്ടും. മാക്സിമം ലോൺ തരുമോ? മാക്സിമം 5 ലക്ഷം ലോൺ കൊടുക്കാം. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 12,500 വെച്ചിട്ട് EMI 5 വർഷത്തേക്ക്. ഓക്കെ, 70,000 രൂപ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡീസൽ ബലേനോ സ്വന്തമാക്കാം. അത് ഫുൾ ഓപ്ഷനുള്ള മാനുവൽ ഡീസൽ. ഓക്കെ, ഹോണ്ട WRV KL 29 രജിസ്ട്രേഷൻ ആണ്. ഇന്ന് കുറച്ച് ഹോണ്ട ടാറ്റ വണ്ടികളാണ് അല്ലേ? കുറച്ച് കൂടുതലല്ലേ? മാരുതി സുസുക്കി ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഹോണ്ട WRV ഫുൾ ഓപ്ഷൻ VX, മാനുവൽ ട്രാൻസ്മിഷൻ MT, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ, KL 29 കായംകുളം രജിസ്ട്രേഷനിൽ, പെട്രോൾ വാഹനം. പെട്രോൾ 2018 മോഡലാണ്. VX ആണ്. സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. ഓക്കെ, എന്താ പറയുക, ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ നമ്മുടെ ഹോണ്ട മേസ്, സിറ്റി എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഐവിടെക് തന്നെ വരാം, വേറെ ഒന്നുമില്ല. ഐവിടെക്, ID.Tech ഇത് തന്നെയുള്ളൂ. കുറേ കാലമായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, സെയിം ഇത് തന്നെയാണ്. സെയിം ഫീൽ. ഓടിക്കുമ്പോൾ എല്ലാം അത് തന്നെ. ഏകദേശം മൈലേജും കിട്ടും. മാനുവൽ ആകുമ്പോൾ ഒരു 12-16 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. നോക്കി കണ്ടുപിടിച്ചാൽ അത്രയും കിട്ടും. ഓക്കെ, ഏറ്റവും ടോപ്പ് തന്നെ. ഒന്നും ചെയ്യാനില്ല. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ്പട്ടം സ്റ്റാർട്ട് ഇതിനകത്ത് VX-നകത്ത് വരുന്നുണ്ടോ? പുഷ്പട്ടം വരുമല്ലോ. വരുമോ? വരും തോന്നുന്നു. വരൂല. നമ്മൾ ഏതൊരു മുമ്പത്തെ ഇതേപോലെ ഒരു കമന്റ് ചെയ്യാൻ പറഞ്ഞത് VX-ൽ എന്തുകൊണ്ട് പുഷ്പട്ടം വരുന്നില്ല എന്നുള്ളത്. എന്താ വരാത്ത? വരുന്നില്ല. അങ്ങനെ സൺറൂഫ് ഉണ്ട്, പക്ഷെ പുഷ്പട്ടം വരുന്നില്ല. ഓക്കെ, ഇതില് ZX ഇല്ല. ഇതില് VX ഉള്ളൂ ടോപ്പില്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അലോയ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ? ഇല്ല. ഹോണ്ട സിറ്റിക്ക് VX-ൽ നാവിഗേഷൻ, ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ഉണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ടയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ലാമ്പ് പ്രൊജക്റ്റ് അല്ല, അങ്ങനെയുള്ള നോർമലി കുറച്ച് ഫീച്ചേഴ്സിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷേ സൺറൂഫ് ഉണ്ട്. അതെ. എത്ര കൊടുക്കാം? നെറ്റ് നമുക്ക് 695 പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൊടുക്കാം. 6,95,000 2018 VX WRV ആണ്. മെയിൻ്റനൻസ് എന്താ പറയുക, കാര്യമായ പണികളൊന്നും വരില്ല വണ്ടിക്ക്. പക്ഷേങ്കിൽ ഹോണ്ട സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ
മെയിൻ്റെനൻസ് കുറച്ച് കൂട്ടും, കുറച്ച് ഉണ്ടാവും. ഒരു 7,000 8,000 ഒക്കെ കാണണം റെഗുലർ സർവീസിന് മാത്രം. ആ ഒരു കോസ്റ്റ് വരും. ഓക്കെ, എന്താ പറയുക, ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. പ്രീമിയം സെഗ്മെന്റ് ആണ്. നല്ലൊരു വണ്ടി ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് അല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയി. അതെ തീർച്ചയായും. അപ്പോൾ ലോണും EMI കൂടെ പറഞ്ഞോളൂ. ഒരു 6,20 നമുക്ക് ലോൺ കൊടുക്കാം. 70 റുപ്യ 75 റുപ്യൊക്കെ ഡൗണിൽ നമുക്ക് ഇറക്കാനും പറ്റും. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 2018 ആയതുകൊണ്ട് 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഒരു 14 ചില്ലറും വെച്ചിട്ട് EMI 5 വർഷത്തേക്ക്. മാരുതി സുസുക്കി സിയാസ് KL9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു കാലത്ത് ഇവിടെ ക്വിഡ് പോലെ തന്നെ വിറ്റുകൊടുന്നൊരു വണ്ടിയാണ് സിയാസ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡലാണ്. ZXi ഓട്ടോമാറ്റിക്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പാണ്. 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. KL9 പാലക്കാട്. ZXi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും ടോപ്പാണോ അതോ ZXi പ്ലസ് ഉണ്ടോ? പ്ലസ് ഉണ്ട്, 16 ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ്. പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഏതാ വരുന്നത്? CVT ഓക്കെ. 1.2 ലിറ്ററിൽ VT എഞ്ചിനിൽ CVT ഗിയർ ബോക്സ്. ഓക്കെ, അപ്പോൾ ഓട്ടം വേറെ പണിയൊന്നും കിട്ടത്തില്ല, കാരണം ഡീസൽ അല്ല, പെട്രോൾ ആയതുകൊണ്ട് നോർമൽ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തു പോയാൽ, അല്ലാതെ ഇഞ്ചക്ടറിന് പണിയോ ടൈമിംഗ് ചെയ്യാനോ ടർബോനോ ഒന്നും നോക്കാനില്ല. പെട്രോളും കറക്റ്റ് അടിക്കുക, ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അതങ്ങനെ ഓടിക്കോളും. ഒരു 12-13 റേഞ്ചിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മൈലേജും ഉണ്ടാവും. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഉണ്ട്. ബോണ്ടും ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ഇതിന്റെ ബോണ്ടും ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും പിന്നെ എഞ്ചിനകത്തേക്ക് പ്രശ്നം കണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. താങ്കൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്താലോ? സാധാരണ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഈ ബോണ്ടിന്റെ പേസ്റ്റ് പോയിക്കോ പക്കയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് റീപേസ്റ്റ് ചെയ്താണ്, ഷോറൂമിൽ റീപേസ്റ്റ് ചെയ്താണ്. ഉള്ളിലേക്കൊന്നും ഡാമേജ് കാര്യങ്ങൾ ഞാൻ പറയുന്ന അർത്ഥത്തിൽ നീ പറഞ്ഞു ഇല്ല, ഒന്നും കാണുന്നില്ല. രണ്ട് സൈഡ് പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. അതായത് ഫ്രണ്ട് പിന്നെ ബോണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും ഉൾഭാഗങ്ങൾ ചെക്ക് ചെയ്യണം. ചേസിനോ അല്ലെങ്കിൽ അപ്രോണിനോ കടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം. ഹെഡ്ലൈറ്റ് റീപ്ലേസ് ഉണ്ട്. ഈ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഇത് കമ്പനി ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഇതിൽ എന്തെങ്കിലും ഇവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലും അടി കിട്ടിയിട്ടുണ്ടാവും. ഈ ക്രോസ് ബമ്പറും റീപ്ലേസ് ആണ്. ഈ കണ്ടിട്ട് ക്രോസ് ബമ്പർ മാറിയിട്ടുണ്ട്. അകത്തേക്കുള്ള അടിയോ കാര്യങ്ങളോ ഒന്നും മെയിൻ ചേസിലേക്കൊന്നും വന്നിട്ടില്ല. മെയിൻ ചേസിന് മെയിനായിട്ട് നോക്കണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗ്ലാസ് മാറിയിട്ടുണ്ടാവില്ല, പക്ഷേ ചേസ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണം. എത്ര ആക്സിഡന്റ് ആയെന്നറിയോ? ഇല്ല, അത് കറക്റ്റ് എനിക്കറിയാം. 2020 അത് ഗ്ലാസ് നോക്കി മനസ്സിലാവും. 2020 അല്ല, എത്ര കിലോമീറ്ററിലാണ് മാറിയത് അതറിയില്ല. 2020 അപ്പോൾ 3 വർഷം റൺ ചെയ്തല്ലോ. അതിന് ശേഷം BJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വരും. അപ്പോൾ ഒരു 30-30,000 കിലോമീറ്റർ ആവറേജ് പിന്നെ ഓടിയിട്ടുണ്ടാവും. കണക്കൂട്ടാം അല്ലേ? 30,000 കിലോ ചിലപ്പോൾ 19 ഓടിയിട്ടുണ്ടാവും ആവറേജ്. അതിന് ശേഷം അങ്ങനത്തെ പണിയുണ്ട പിന്നെയും അറിയേണ്ടതാണ്. ഓക്കെ, റേഡിയേറ്റർ ഇതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഹീറ്റ് ആവുക, റേഡിയേറ്റർ ലീക്ക് വരും, അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും അത്ര ഓടിയോണ്ട്. അതെ, റീസെൻ്റ് മാറിയല്ലോ. ഓക്കെ, വേറെ കുഴപ്പം നമ്മൾ ആലപ്പുഴയാണ് ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഉണ്ടായിരുന്നത്. ആലപ്പുഴ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചോ. വേറെ കുഴപ്പങ്ങളോ ഹീറ്റിംഗ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, 2016 ZXi എത്ര കൊടുക്കാം? സാധാരണ നോർമലി ZXi മാനുവൽ ആണെങ്കിൽ തന്നെ 5.5 വരും. ഓട്ടോമാറ്റിക് കൊണ്ട് ഞാൻ കഴിഞ്ഞൊരു കൊടുത്തിട്ട് 6 സംതിങ് 6.4 6.30 റേഞ്ചാണ് വരുന്നത്. ഇത് നമുക്ക് 4.95 കൊടുക്കാം. ഇത് തന്നെ പ്രൈസ് 4.95. ഇതിട്ട് വെച്ച് തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ, 4,95,000 നെറ്റ് കൊടുക്കാം. ഓട്ടോമാറ്റിക് സിയാസ് ZXi 2016. ഈ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടാണ് സംഭവിച്ചത്. അതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കിയിട്ട് എടുക്കാം. സർവീസ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? ലോൺ പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ. 5.5 ലക്ഷം ലോൺ കിട്ടും. പക്ഷെ എടുക്കണ്ട, 4.95 ലോൺ എടുത്താൽ മതി. കാരണം 2016 സിയാസിന് എങ്ങനെയും ഒരു 6 ലക്ഷത്തിന് മുകളിൽ വാല്യൂഷൻ തന്നെ കിട്ടും. അപ്പോൾ 5.5 എന്താ ലോൺ കയറും. 4.95 വരെ കിട്ടുള്ളൂ. ഫുൾ ലോൺ കിട്ടും. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 12,200 12,300 വെച്ചിട്ട് EMI ഉണ്ടോ? 5 EMIക്ക് ജസ്റ്റ് കാൽക്കുലേഷൻ 5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് 12,500 അങ്ങനെ ഉണ്ടല്ലേ? അത് നോക്കിയാൽ മതി. 5 ലക്ഷം 5 വർഷത്തേക്ക് 12,500. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് ആവറേജ് ആണ് പറയുന്നത്. ഒരു ആവറേജ് ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചെറിയ 100-200 രൂപ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പെർസെൻറ്റേജിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ആവറേജ് കണക്ക് 5 ലക്ഷം 5 വർഷത്തേക്ക് 12,500 വരിക. ഓക്കെ, അപ്പോൾ അതിനകത്ത് അങ്ങോട്ടോ വ്യത്യാസം അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കൊടുക്കാം. ഡീസൽ ഹോണ്ട സിറ്റി വന്നു. KL22 രജിസ്ട്രേഷൻ. മറ്റൊരു ഹോണ്ട, അന്ന് ഹോണ്ടയാണ് കൂടുതൽ. KL22 ഹോണ്ട സ്കോർ ചെയ്തു. അതെ, പറഞ്ഞോളൂ. KL22 2014 മോഡലാണ്. ഡീസലാണ്. ID ടെക് എഞ്ചിനിൽ. സിംഗിൾ ഓണർഷിപ്പ് 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം നല്ലൊരു ക്വാളിറ്റിയിലോ. മേജർ ആവാനായിട്ടുണ്ടാവില്ല അല്ലേ? 1.4 വരുള്ളൂ. 1.4-1.30 വരും. ഇത് അങ്ങനെ ഓടിക്കോളൂ. ടൊയോട്ട ഇതൊക്കെ അങ്ങനെ ഓടിക്കോളും. മാരുതിയുടെ പോലെ 1 ലക്ഷം ആയി എന്നാണ് ഇൻഡിക്കേറ്റർ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ്
22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 18 മിനിമം കിട്ടും. എങ്ങനെ ഔട്ട് വിട്ടാലും 18 കിട്ടും. 18 എങ്ങനെ ചവിട്ടി പൊളിച്ച് കഴിഞ്ഞാൽ 18 കയറും. 18 കയറും. ഒരു നോർമലി 50-60 സ്പീഡ് പോകണമെങ്കിൽ 20-22 എന്തായാലും കയറും. SV എന്നുള്ള വേരിയന്റ് ആണ്. ഓക്കെ. SV തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ലോയ്സ് വരുമല്ലോ അല്ലേ? ബാക്കി വരുന്നില്ല. ഡിഫോഗർ എല്ലാം ഉണ്ടല്ലോ. അതെ അതെ അതെ. ഓക്കെ. പിന്നെ പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഈ ഫ്രണ്ട് വിൻഷീൽഡ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ദാസപ്പോ എന്നെ ശരിക്കും നോക്കരുത്, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണം. അറിയുന്നവരാണെങ്കിൽ സ്പോട്ടിൽ ക്യാച്ച് ചെയ്യും. ഇൻഫർമേഷൻ ആണ് എനിക്കും പിന്നെ പ്രേക്ഷകർക്കും ഇൻഫർമേഷൻ ആണ്. ഗ്ലാസിനകത്ത് ഏത് ഗ്ലാസ് ആയിക്കോട്ടെ ആ മുകളിൽ 2 ഇഞ്ച് വലുപ്പമുള്ള സ്റ്റിക്കർ ഉണ്ടല്ലോ, ബെറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ബെറ്റ സീൽ. ഈ ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള സ്റ്റിക്കർ, ഈ ഒരു സ്റ്റിക്കർ കണ്ടാൽ മനസ്സിലാക്കുക ഗ്ലാസ് റീപ്ലേസ് ഉള്ള ഗ്ലാസ്സിന് മാത്രമേ ഈ 2 സ്റ്റിക്കർ വരുള്ളൂ. അല്ല അത് പൊളിച്ചു കഴിഞ്ഞാലോ? പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ബോർഡുണ്ടാവും. അല്ല ഈ ഒരു എയറോ മാർക്കിൽ എന്തോ ഇതില്ലായിരുന്നോ? ഏതാ ഇത്? നോർമലി കമ്പനി വരുന്ന ആരോ മാർക്ക്. അല്ല അതിന്റെ എന്തോ ഒരു ഇത് കണ്ടിരുന്നു. എന്തോ ഒരു ഈ 2 ഇത് എല്ലാ ബ്രാൻഡിനും വരും. അത് ഹോണ്ടക്ക് മാത്രമല്ല, മാരുതി ആയിക്കോട്ടെ, ഹ്യുണ്ടായി ആയിക്കോട്ടെ, ഏത് ഗ്ലാസ് മാറിക്കഴിഞ്ഞാലും ഇത് വരും. ഈ ബെറ്റാസീൽ എന്നുള്ള സ്റ്റിക്കർ ഉണ്ടാവും. അതേപോലെ കോഡിന്റെ താഴത്ത് ഈ ഒരു വിരലിന് അത്ര വലുപ്പമുള്ളൊരു സ്റ്റിക്കർ വരും. ഏത് വീഡിയോയിലോ ആർക്കും വണ്ടി നോക്കാൻ വേണ്ട, നോർമലി നമുക്ക് ബേസിക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോട്ടോ കണ്ടു, ഈ 2 സ്റ്റിക്കർ ആ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോ റീപ്ലേസ് ആണ്. അപ്പൊ ഈ എവിടെയെങ്കിലും വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ റീപ്ലേസ് അല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ കൊടുക്കണം, സ്റ്റിക്കർ ഉണ്ട്, റീപ്ലേസ് ആണ്. പുതിയൊരു അറിവാണ് കേട്ടോ, അടിപൊളി. എന്തായാലും ബെറ്റാസീൽ ആരും പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല. നോക്കേണ്ടി വരും, നമ്പർ നോക്കേണ്ടി വരും. ഓക്കെ. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാ? ഇത് നെറ്റ് 570 എടുക്കാം. ഗ്ലാസ് റീപ്ലേസ് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഉണ്ടാവും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ മാറ്റിയതാണ്. ഒരു ചെറിയ ലൈൻ ഉണ്ടായിരുന്നു വന്ന സമയത്ത്, എന്തോ വീടിന് ശേഷം ലൈനോട് കിടന്ന ഫോട്ടോ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്, കാണിച്ചു കൊടുക്കും. വേറെ തട്ട് കാര്യങ്ങളൊന്നും വന്നിട്ട് മാറിയല്ല, ഫോട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ മാറ്റിയ ഗ്ലാസ്സാണ്. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. 2014 SV ഡീസൽ സിറ്റിയാണ്. 570 നെറ്റ് പ്രൈസ്. 5 ലക്ഷം ലോൺ കൊടുക്കാം. 5 വർഷത്തേക്ക്. എത്ര EMI വരിക? 5 ലക്ഷത്തിന് 5 വർഷത്തേക്ക് 12,500. 12,500 അറിയിപ്പല്ല. ഓക്കെ, അതാണ് വരുന്നത്. 5 വർഷം കിട്ടൂലേ? 14 5 വർഷം. ഓക്കെ ഓക്കെ. യാർഡ് വലുതാക്കി എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഫുള്ള് വണ്ടിയാ. ഫുള്ള് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പിൽ വെച്ച് എടുക്കുകയാണ്. ഇത് നിസാൻ മൈക്രയാണ്, KL 5 രജിസ്ട്രേഷൻ, കോട്ടയം വണ്ടിയാണ്. പറഞ്ഞോളൂ, എങ്ങനെയാ കാര്യങ്ങൾ? പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ്, 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മോഡല് 2013. 54,000 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. എക്സൽ ഓപ്ഷനിൽ വേരിയന്റ്. എക്സൽ അന്ന് ഇത് വരുന്നുണ്ടോ? എക്സൽ അന്ന് നോർമലി 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റാരിംഗ് വരിക. 2 എയർ ബാഗ് വരുമല്ലോ? ഉണ്ടോ? ഇല്ലേ, സിംഗിൾ എയർ ബാഗ് ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ടോ? സിംഗിളേ ഉള്ളൂ. അവിടെ ഉണ്ട് എയർ ബാഗ്? ഇല്ല, അവിടെ ഇല്ല. സിംഗിൾ എയർ ബാഗ്. ഓക്കെ. സ്റ്റീരിയോ, പുഷ്പട്ട സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും അല്ലേ? നോർമലി ഒരു വാഹനത്തിനുണ്ട് എല്ലാ ഫീച്ചേഴ്സും. പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് എക്സൽ ഓപ്ഷൻ ആയതുകൊണ്ട്. സാധാരണ XC-ക്കാത്താണ് പുഷ്പട്ട സ്റ്റാർട്ട് വരാറ്. എയർ ബാഗ് എനിക്ക് ഒന്ന് XC-ക്കാത്താണ് എയർ ബാഗ് ഉണ്ട്. ബാക്കി പറഞ്ഞോളൂ. 54 ഓടിയിട്ടുള്ളൂ, കുറഞ്ഞ കിലോമീറ്റർ ഓടി വണ്ടിയാണ്. വേറെ മേജർ പരിക്കുകളൊന്നും ഇല്ലാത്ത വാഹനം. ഓക്കെ. ഒരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. നെറ്റ് നമുക്ക് 295 കൊടുക്കാം. 2,95,000 2013 മൈക്ര നിങ്ങൾക്ക് സ്വന്തമാക്കാം. എക്സൽ ഓപ്ഷനാണ്, ഇത്രയും ഫീച്ചേഴ്സും വരുന്നുണ്ട്, ഒന്നും നോക്കാനില്ല. നല്ല അടിപൊളി സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. വേറെ കാര്യമായ മെയിൻ്റനൻസ് ഒന്നും വരില്ല, പെട്രോൾ ആയതുകൊണ്ട് തന്നെ. 2.5 ലോൺ കൊടുക്കാൻ പറ്റും. എത്ര EMI? 2.5 ലോൺ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. എത്ര? 7,500 8ൻ്റെ ഉള്ളിലായിട്ട് EMI. അത്രേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിലാണ്. 295-ലാണ് നല്ലൊരു അടിപൊളി പെട്രോൾ വാഹനം. അത് ലോ കിലോമീറ്റർ ഓടിയ പെട്രോൾ വാഹനം. അതെ, ലോ കിലോമീറ്റർ ആണ്. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് വാഗണർ KL 10. മാറിപ്പോയി. ഇവിടെ നോക്കുമ്പോൾ ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2016 ഓട്ടോമാറ്റിക് ആണ്, മറ്റൊരു ഓട്ടോമാറ്റിക്. നമ്മുടെ ദേശം ഇന്നിപ്പോൾ ഒരു 3-4 ഓട്ടോമാറ്റിക് കാണിച്ചു. കുറേ കണ്ടു. 25ഓളം ഓട്ടോമാറ്റിക് ഇതിനകത്ത് സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ശരി. എല്ലാ വാഹനങ്ങളിലും നമുക്കൊരു 2 lakh മുതൽ 8 lakh വരെയുള്ള ബഡ്ജറ്റ്. ലോ ബഡ്ജറ്റിൽ തന്നെ നാനോ ഉള്ളിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നാനോ എടുക്കുന്നുണ്ട്. പിന്നെ കിഡുകൾ, അൾട്ടോ കേട്ടന് ശേഷം 3-4 വാഹനങ്ങളുണ്ട്. 25ഓളം ഓട്ടോമാറ്റിക് ഉണ്ട്. ഇന്നൊരു വെറൈറ്റി ഇപ്പോൾ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഒരു TV ഓട്ടോമാറ്റിക് ഡീസലിൽ ഇപ്പോൾ വണ്ടി ഇന്ന് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. TUV ഡീസലിൽ കുറഞ്ഞ ഒരു 35,000 കിലോമീറ്റർ കണ്ടു ഓടിയ. അടുത്ത ദിവസം കേരളത്തിൽ കയറും, നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നോക്കിക്കോ. ഇത് 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 29,000 കിലോമീറ്റർ ഓടിക്കുന്നത്. VXI അന്ന് പിന്നെ LXI VXI എന്നുള്ള 2 വേരിയൻസ് ഉള്ളൂ. VXI 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ഫുള്ളാണ്. ഫോഗ് ലാമ്പ്, ഡിഫോഗർ.
അത്രയും ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ലോ കിലോമീറ്റർ 16-ന് 30,000 29,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ. ഇത് 1.1 ആയിരുന്നു 1 ആയിരുന്നു 1 ലിറ്റർ 1 ലിറ്റർ AMT ആണ് ഗിയർ ബോക്സ് വരും. AMT ആണ് ഗിയർ ബോക്സ്. മാനുവൽ കിട്ടുമ്പോൾ തന്നെ ഏകദേശം മൈലേജ് ഉണ്ടാവും. മൈലേജ് ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഒരു മെയിൻ്റെനൻസും വരുന്നില്ല. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ്? എന്നിട്ട് നമുക്ക് 4,45,000 കൊടുക്കാം. 4,45,000 രൂപയ്ക്ക് 2016 VXI ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കുറഞ്ഞുകൊണ്ട് ഒരു 10 രൂപ കൂടുതലാണ്. 4 രൂപക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 4,20 കൊടുത്തിട്ടുണ്ട്, 4,500 കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ക്വാളിറ്റിക്കുള്ളൊരു ലോ കിലോമീറ്റർ വാഹനം ആയതുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വണ്ടികൾക്ക് അങ്ങനെ തന്നെയാണ് വില വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില വ്യത്യാസം വരും. നമ്മൾ സിയാസ് കാണിച്ചു, 6.5 ലക്ഷത്തിന്റെ സിയാസ് ഉണ്ട് പോയിട്ടുണ്ട്. അതെ, ഇത് അതെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഒരേ മോഡൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരേ ഷോറൂം പോയാൽ ചിലപ്പോൾ 2 വിലകൾ ഉണ്ടാവും. പലരും കമ്പയർ ചെയ്യാറുണ്ട്. മറ്റൊരു ചോയ്സിൽ അത്രയാണ്, ഈ ചോയ്സിൽ ഇത്രയാണ് എന്നുള്ള കമ്പാരിസൺ വരാറുണ്ട്. ചിലപ്പോൾ ഇവിടെ തന്നെ ഒരേ മോഡൽ ഈ 16 ഇവിടെ വേറെ കിടക്കുന്നുണ്ട് വാഗണർ, ഇത്ര വില വരുന്നില്ല. സെയിം കോഫി കളർ കിടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് സെയിം വേരിയന്റ്. അതാ പറഞ്ഞത്, അതാണ് ആ ഒരു വ്യത്യാസം. ഇനി ഇതിന്റെ ലോണും EMI കൂടെ ഒന്ന് പറഞ്ഞു. ലോൺ ഏകദേശം 3.25 വരെ നമുക്കതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. 2016 ആയതുകൊണ്ട് 5 വർഷത്തേക്ക് ചെയ്യാം. 12,500 അല്ല മാറും, കാരണം വെച്ചാൽ എമൗണ്ട് പറഞ്ഞു പറഞ്ഞോളൂ. 5 ലക്ഷത്തിലാണ് എത്ര വരും? എനിക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല, പറഞ്ഞോളൂ. 3.75 ഏകദേശം ഒരു 8,500 റേഞ്ചിൽ. 8,500 5 വർഷത്തേക്ക് 60 EMI. പിന്നെ ലോണിന്റെ കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. ഗൾഫിലുള്ള ആളുടെ പേരിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വാടക വീട് എല്ലാം ഉണ്ട്. വാടക വീടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അതായത് ജോലി വേണം, സ്വന്തമായിട്ട് ജോലി വരുമാനമുള്ള ഒരാളാണെങ്കിൽ വാടക വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ വേറെ പ്രശ്നം വരുന്നത്, ഇപ്പോൾ എറണാകുളത്തുള്ള ഒരാൾ മലപ്പുറത്ത് വാടക വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം FI ചെയ്യേണ്ടി വരും. അതായത് അവിടെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വാടക വീട്ടിലാണെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അവന് ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഫണ്ടിങ് ചെറിയൊരു എമൗണ്ട് കുറയും. ചെറിയ മറ്റുള്ള 90% ഫണ്ടിങ് ആണെങ്കിൽ ഇതൊരു 75% ചെറിയൊരു വേരിയേഷൻ വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഗൾഫിൽ ഇന്നടക്കം കേസ് വന്നിരുന്നു, ഗൾഫിലാണ് ലോൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ സാധാരണ നാട്ടിലുള്ള ആരെങ്കിലും പേരിൽ വൈഫോ ഫാമിലിയോ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. EMI കാര്യങ്ങളെല്ലാം പിന്നെ ഇവരെ കൊണ്ടുവന്നാണ് പോവുക. നാട്ടിൽ ആരെ പേരിലുള്ള അവരെ കൊണ്ടുവന്നാണ് പോവുക. വണ്ടിയും ഇവരെ പേരിൽ തന്നെയാണ് വരിക. ആരെ പേരിലാണ് ലോൺ ചെയ്യുന്നു അവരെ പേരിലാണ് നമുക്ക് വണ്ടിയും വരിക. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ചുരുങ്ങിയ വണ്ടികളെ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 160-ന്റെ മുകളിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ സ്ഥലം അടുത്തത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും ഇനി അപ്പോൾ ഒരു 200-250 ലെവലിലേക്ക് നമ്മൾ ആക്കാൻ പോവാണ്. മാത്രമല്ല നമ്മളൊരു ആപ്പ് ലോഞ്ച് ചെയ്യാമാണ്. ഫെബ്രുവരി 1-ാം തീയതിയോട് കൂടി നമ്മുടെ ആപ്പ് ലോഞ്ച് ആവും. ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പോൾ ഇനി നേരിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. ആപ്പിനകത്ത് തന്നെ വാഹനത്തിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഉണ്ടാവും. ഫുൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ്. ഈവൻ വീഡിയോ അടക്കം അതിനകത്ത് വരും. ഓൺലൈനിൽ നിങ്ങൾക്ക് വണ്ടി കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്കിംഗ് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം, ഒക്കെ ഓൺലൈൻ ത്രൂ ചെയ്യാം. അങ്ങോട്ട് ഡെലിവറി ചെയ്ത് തരും. അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആകുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയ ഷോറൂം എടുക്കണ്ടായിരുന്നു അല്ലേ? പണ്ട് ഒരു ആപ്പ് എടുത്താൽ മതിയായിരുന്നു. ഇതാണ് അതിന്റെ ബേസ്. ഇതാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിക്കൊണ്ടു. ഇപ്പൊ നമുക്ക് ഒരു മാസത്തിൽ 100 വണ്ടി പോകുമ്പോൾ അതിനകത്ത് 10 വണ്ടി അല്ലെങ്കിൽ 15 വണ്ടി ഇപ്പൊ നിലവിൽ ആൾക്കാർ ഇങ്ങോട്ട് വരാതെ നമ്മൾ അങ്ങോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. എന്ത് ആപ്പിൽ കണ്ടാലും വണ്ടി വന്ന് നോക്കുന്ന ഒരു സുഖം പറയാം. അത് വേറെ സുഖം. പക്ഷേ നമുക്കിപ്പോ ചെയ്യുന്നുണ്ട് 10-15 കസ്റ്റമറെങ്കിലും ഒരു മാസത്തിൽ വണ്ടി വന്ന് കാണാതെ അങ്ങോട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ട്രസ്റ്റിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരിക്കലും നമ്മൾ കളങ്കം കാണിക്കുന്നൊന്നും കാണിക്കാൻ പാടില്ല. അത്രയും നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും വലിയ എമൗണ്ടിന്റെ വണ്ടികൾ. നമുക്ക് അത്രയും റിസ്ക് കൂടും അവർ നോക്കാതെ എടുക്കുമ്പോൾ. റിസ്ക് കൂടുതൽ. പക്ഷെ നമ്മൾ നോക്കാതെ വെറുതെ നമ്മൾ ഫോട്ടോ അയച്ചാൽ അതാ സാറ് പേയ്മെന്റ് നമ്മൾ ഒരിക്കലും പറയില്ല. കംപ്ലീറ്റ് വീഡിയോ കാര്യങ്ങളെല്ലാം എന്തൊക്കെ ഒരു ഡാമേജ് ഉണ്ടോ സ്ക്രാച്ച് ഉണ്ടോ അതിന്റെ വീഡിയോ അടക്കം ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുത്ത് ഫൈനൽ കൺഫേം ചെയ്തതിനു ശേഷമാണ് പേയ്മെന്റ് വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊണ്ടുനടക്കുന്ന സമയത്ത് ഇനി ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കടിയാം. അപ്പോൾ അത് A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കാണുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കും. അതേ സെയിം സിറ്റുവേഷനാണ് നമുക്ക് ആപ്പിൽ വരുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ ആപ്പിനകത്തും വരും. ഫുൾ റിപ്പോർട്ട് അതിൻ്റെ അകത്തുണ്ടാവും. എല്ലാ റിപ്പോർട്ടും ഉണ്ടാവും. വെറുതെ ആവശ്യമില്ലാതെ കയറി അഡ്വാൻസ് എഴുതി എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ആവശ്യമില്ലാതെ കയറി അഡ്വാൻസ് അതിൽ മാത്രം നമുക്കൊരു ഒരു കോൺഫ്ലിക്റ്റ് കസ്റ്റമറേറ്റ് വരുന്നുള്ളൂ. ആവശ്യമില്ലാതെ കയറി അഡ്വാൻസ് ഇടും. വേറെ ആൾക്ക് കൊടുക്കാനും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഇവർ ഈ അഡ്വാൻസിന് വേണ്ടിയുള്ള തിരിച്ചു വാങ്ങാനുള്ള അടി. അത് ചിലപ്പോൾ ചില കേസുകൾ വരാം, ഹോസ്പിറ്റൽ കേസ് വരാം, ലോൺ കയറാത്ത പ്രശ്നം വരാം, ജെന്യൂൻ കേസുകൾ വരാം. ജെന്യൂൻ അല്ലാത്ത കേസുകളുണ്ട്. ചിലപ്പോൾ ഫാദർ സമ്മതിച്ചില്ല, കളർ ഇഷ്ടപ്പെട്ടില്ല, വണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ
നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ ഫെബ്രുവരി 1 ഉദ്ഘാടനം പിന്നെയും വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 തീയതി ആപ്പിൾ ലോഞ്ച് ആകുന്നപ്പാ ഫെബ്രുവരി 1 തീയതിയിലേക്കാണ് നമ്മളത് ഏകദേശം 99 വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡൊമൈനും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഫെബ്രുവരി 1 തീയതി നമുക്ക് അതിന്റെ ലോഞ്ചിങ് കാര്യങ്ങൾ ചെയ്യണം. ഈ ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇത്തരം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ റിപ്പോർട്ട് കാര്യങ്ങൾ 160 വണ്ടിൻ്റെയും നമുക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനകത്ത് ബഗ്സ് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇതിൽ 1 തീയതിക്ക് ലോഞ്ച് ആവുന്ന ഇൻ കേസ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ 2 തീയതി 3 തീയതി ആയിട്ട് അടുത്ത ദിവസങ്ങൾ തന്നെ നമുക്ക് ലോഞ്ചിങ് നടത്തിക്കളയാം. ലേറ്റ് ആക്കുന്നല്ലേ? ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും നമുക്ക് ഇവിടെ പറയാം ബൈ, താങ്ക്സ്.